ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ടേണിൽ തുടങ്ങിയ ക്രിസ്തീയ കൂട്ടായ്മ ആചരണം, അതിനെ തുടർന്ന് ചില കാര്യങ്ങളുടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, ക്രിസ്തീയ കൂട്ടായ്മ എന്നുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇത് ക്രിസ്തീയ ജീവിതത്തിലെ ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായി നാം പാലിക്കേണ്ട, തുടർമാനമായി ചെയ്തു പോരേണ്ട കാര്യമാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തുടങ്ങിയത്. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. സാർവത്രിക സഭയോട് ചേരുന്നുണ്ടവർ, അല്ലെങ്കിൽ കർത്താവ് അവരെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു പ്രത്യേക വിഭാഗമായി അവർ ചേർന്ന് വരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി തുടർമാനമായി അവരുടെ ജീവിതത്തിൽ പാലിച്ചു വരേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുടനീളം വചനപഠനം ഉണ്ടായിരിക്കണം. അടുത്തത് രണ്ടാമത് കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരിക്കണം. അതിനും യാതൊരു വിഘ്നവും കൂടാതെ ജീവിതത്തിൽ തുടർമാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന സത്യമായിട്ട് കൂട്ടായ്മ, ഫെലോഷിപ്പ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്തൃമേശ അനുഷ്ഠാനം, അതും ഒരു ക്രിസ്തീയ ജീവിതത്തിലുടനീളം നാം പാലിക്കേണ്ടതാണ്. അതിനും വിമുഖതരാകാൻ പാടില്ല. പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ, ഒരു ക്രിസ്തീയ വിശ്വാസി ജീവിതത്തിലുടനീളം, അത് യാതൊരു മുറിവും സംഭവിക്കാതെ, ഒരു തടസ്സവും ഉണ്ടാകാതെ ഉടനീളം പാലിക്കേണ്ടതാണ്. വചനപഠനം, കൂട്ടായ്മാചരണം, അതുപോലെ അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ഇത് ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിൽ കൂട്ടായ്മ ആചരണം എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ ചിന്തിച്ചത്. എന്താണ് കൂട്ടായ്മ എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് കൂട്ടായ്മ ഉണ്ടാകേണ്ടത് ആരോടാണ്? പിതാവിനോട്, അത് കഴിഞ്ഞ് പുത്രനോട്, പിന്നെ ആരോടുണ്ടാകണം? പരിശുദ്ധാത്മാവിനോട്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. പിതാവിനോട് കൂട്ടായ്മ അത്യാവശ്യമാണ്. അതാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ. ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള കൂട്ടായ്മയാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായിട്ട് ആ 3 കൂട്ടായ്മ ബന്ധങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടു. യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ വരുന്നവർ എങ്ങനെയായിരിക്കണം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നാം കൂട്ടായ്മ പുലർത്തേണ്ടത് എങ്ങനെ എന്നുള്ള വിശദമായ കാര്യങ്ങൾ വളരെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് വന്ന കാര്യങ്ങളാണ്. ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്നവർ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളും നമ്മൾ അതിനോട് അനുബന്ധിച്ച് കണ്ടു. പരസ്പര കൂട്ടായ്മ, ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ വന്നവർക്ക് ശരിക്കും പരസ്പരമായ ഒരു കൂട്ടായ്മ, അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ കൂട്ടായ്മ എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നാം ഒന്നാമത് പാലിക്കേണ്ടത്, അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പം പരസ്പര കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയുടെയും, അതുപോലെ പിതാവായ ദൈവത്തോടും പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വെളിച്ചത്തിൽ നടക്കണം. ഈ കൂട്ടായ്മ ബന്ധം കൈവരിക്കണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിൽ നടക്കണം. അതുപോലെ തന്നെ മറ്റൊരു പാലിക്കേണ്ട ഒരു കാര്യം നമ്മൾ കണ്ടു. നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ കൂട്ടായ്മ ബന്ധമാകില്ല. മറ്റുള്ളവരുടെ കാര്യവും കൂടെ പരിഗണിച്ചു വേണം നാം ജീവിക്കാൻ. സ്വാർത്ഥത വെടിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത് ഈ കൂട്ടായ്മ ബന്ധത്തിൽ പാലിക്കേണ്ടത്, ഭിന്നതയില്ലാതെ ഐക്യത്തിൽ ജീവിച്ചാൽ മാത്രമേ ഈ കൂട്ടായ്മ ബന്ധം
നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഭിന്നത എന്ന് പറയുന്നത് എപ്പോഴും കൂട്ടായ്മയ്ക്ക് വിഘ്നം വരുത്തുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഈ പരസ്പര കൂട്ടായ്മ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ 3 ക്ലാസ്സുകളായിട്ട് ചിന്തിച്ചതാണ്, ഞാൻ ഓട്ടിച്ച് പറഞ്ഞു എന്നുള്ളൂ. അടുത്ത് ഇന്ന് ചില കാര്യങ്ങളൂടെ, ഇന്നൊരു പക്ഷേ ഈ വിഷയം തീരുമാനിക്കും, അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സൂടെ കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗം തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ചില പ്രാക്ടിക്കൽ സൈഡാണ് ഞാനിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ ആവശ്യകതയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. പിതാവ് പുത്രനെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ ഈ കൂട്ടായ്മ ആവശ്യമാണ്. പിതാവാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ലോകത്തിന് വെളിപ്പെടുവാൻ ഈ കൂട്ടായ്മ ആവശ്യമാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയണമെങ്കിൽ ഈ കൂട്ടായ്മ ആവശ്യമാണ്. ആത്മീകമായ വർധനവുണ്ടാകുവാൻ ഈ കൂട്ടായ്മ ബന്ധം ആവശ്യമാണ്. ഇന്ന് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. ചില പ്രായോഗികമായ, മറ്റതും പ്രായോഗികവശവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും മറ്റു ചില നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവത്തിൽ നിന്നും ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുടെ ഈ കൂട്ടായ്മ ബന്ധത്തിന് വളരെ അത്യാവശ്യമാണ്. കൂട്ടായ്മ ബന്ധത്തിൽ നിന്നും നമ്മിൽ ഉളവാകേണ്ട ചില സ്വഭാവങ്ങൾ, ചില കാര്യങ്ങൾ, പ്രധാന അനുഭവങ്ങൾ, പ്രാക്ടീസായിട്ട് നമ്മൾ വച്ചു പുലർത്തേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ്, ഈ കൂട്ടായ്മ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ നമ്മിൽ നിന്നും ഉളവാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിയായ ആശയവിനിമയം. ശരിയായ ആശയവിനിമയം, റൈറ്റ് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം വസ്തുതകൾ തുറന്നു പറയുക എന്നുള്ളത്. ഇത് ഒരു തരത്തിൽ ആശയങ്ങളിലൂടെ നാം പരസ്പരം കൂട്ടായ്മ ബന്ധം പുലർത്തുന്നതിന് തുല്യമാണ്. അത് ജീവിതത്തിൽ, കുടുംബത്തിൽ ആവശ്യമാണ്. അതിലുപരി സഭയിലും ഈ ആശയവിനിമയം വേണം. സഭയിൽ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുക? ക്ലാസ്സല്ലേ? എന്താ ബാബുസോര? എനിക്ക് ബാബുസോരനോടൊരു കാര്യം പറയണം. ഞാനിവിടെ വന്നു നിന്നിട്ട് അത് പ്രസംഗിക്കുന്നതിലൂടെ, കുത്തുവാക്കുകളിലൂടെ പറയുക, അതാണോ ആശയവിനിമയം? അതൊരിക്കലും അല്ല. അങ്ങനെയല്ല സഭകളിൽ ആശയവിനിമയം നടത്തേണ്ടത്. ആശയവിനിമയം വേണം. സഭ, പ്രാദേശിക സഭ വളരെ കുറച്ച് പേർ കൂടി വരുന്ന ഒരു കൂട്ടമാണ്. അതിൽ ആശയവിനിമയം ഉണ്ടാകണം. അത് വ്യക്തിപരമായ ആശയവിനിമയം ഉണ്ടാകണം. പൊതുവെ പറയേണ്ട കാര്യങ്ങളൊക്കെ പൊതുവെ പറയുന്നുണ്ട്, അത് നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് പറയണമെങ്കിൽ അത് പറയണം. അതാണ് ശരിയായ കമ്മ്യൂണിക്കേഷൻ. ഒരു ഭാഗം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ഗലാത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 1. അതിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, അടുത്തെന്താ പറയുന്നത്? ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ എങ്ങനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് വിശ്വാസികൾ തമ്മിലുള്ള ശരിയായ കമ്മ്യൂണിക്കേഷൻ. ഇതാണ്. ഇതെല്ലാ തലങ്ങളിലും ഉണ്ടാകുന്നു. ഇവിടെ പറയുന്നത്, ആരെങ്കിലും എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയാൽ അവരെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ശരിയായ പന്ഥാവിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അകപ്പെട്ടു പോകുവാൻ, എന്നിൽ ഞാൻ തന്നെ പലപ്പോൾ വീണു പോകുവാൻ, അല്ലെങ്കിൽ നമ്മിൽ ഓരോരുത്തരും പല കാര്യങ്ങൾ ശരിയായ തലത്തിലല്ലാതെ ചിന്തിച്ച് പ്രവർത്തിച്ചു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അത് എന്നിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പൊതുവെ വിളിച്ച് പറയാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മീയരായ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം പറയേണ്ടത്? സൗമ്യതയുടെ ആത്മാവിൽ, സൗമ്യതയുടെ ആത്മാവിൽ, വചനത്തിൽ അധിഷ്ഠിതമായി സൗമ്യതയുടെ ആത്മാവിൽ പറയണം. ഇതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമായി സഭകൾ ഉണ്ടാകണം. സഭകളിലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകണം, കുടുംബജീവിതത്തിലും ഉണ്ടാകണം. ശരിയായ ആശയവിനിമയത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ സഭകളിൽ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട
ആവശ്യകത എന്ന് പറയുന്നത് പരസ്പരം ആത്മീകമായ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് പരസ്പരമുള്ള പോരായ്മകൾ പരിഹരിച്ച് ക്ഷമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ആശയവിനിമയത്തിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി ഈ ആശയവിനിമയത്തിൻ്റെ മറ്റൊരു വസ്തുതയുണ്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രയാസമുണ്ട്, ഒരു വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. അത് ഞാൻ തന്നെ വഹിക്കുവാനും ചുമക്കുവാനും തുടങ്ങിയാൽ അത് ചിലപ്പോൾ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹവിശ്വാസികളോടത് അറിയിക്കണം. അതൊരു കമ്മ്യൂണിക്കേഷനാണ്, അത് ആശയവിനിമയമാണ്. അതിനുള്ള ഒരു ആത്മാർത്ഥതയും അതിനുള്ള ഒരു മനോഭാവവും നമുക്കുണ്ടാകണം, അല്ലേ? അതെന്തിനു വേണ്ടിയാ അങ്ങനെ പറയുന്നത്? എൻ്റെ ഒരു പ്രയാസം മറ്റുള്ളവരോട് പറയേണ്ട കാര്യം എന്താ സജ്ജമേൻ സോര? അതിൻ്റെ ആവശ്യകത എന്താണ്? മറ്റുള്ളവരറിയണം. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല അതെന്തിന് കാരണമായി തീരും? പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആശ്വാസത്തിനും അത് കാരണമായി തീരും. അപ്പോൾ ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയം, മറ്റുള്ളവരെ ശരിയായ തരത്തിൽ യഥാസ്ഥാനപ്പെടുത്തുവാനും നമ്മൾ യഥാസ്ഥാനപ്പെടുത്തുവാനും പരസ്പര ആശയവിനിമയം ആവശ്യമാണ്. രണ്ടാമത് നമ്മെക്കുറിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ബർഡൻസ്, നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ആശയവിനിമയം ചെയ്യുമ്പോൾ അവർ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അവർ എന്തെങ്കിലുമൊക്കെ ആശ്വാസം അല്ലെങ്കിൽ പോംവഴികൾ നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കൂട്ടായ്മയിൽ ഏറ്റവും അത്യാവശ്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം പല തലങ്ങളിലാണ്. വസ്തുതകൾ തുറന്നു പറയാൻ കഴിയുന്നില്ല എങ്കിൽ, എനിക്ക് എൻ്റെ പ്രയാസം മറ്റൊരു വ്യക്തിയോട് പറയുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ശരിയായ കൂട്ടായ്മ ബന്ധത്തിൽ അല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അത് എനിക്കൊരു വലിയ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ എന്തെങ്കിലും വലിയ പ്രയാസമുണ്ട്, അത് മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ ശരിയായ കൂട്ടായ്മ ബന്ധത്തിലല്ല. അങ്ങനെ പറയുവാനായിട്ട് കഴിയണം. പൗലൂസ് തൻ്റെ ലേഖനങ്ങളിലൊക്കെ ആ കാര്യം നിവർത്തിച്ച് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ആശയവിനിമയം എന്ന് പറയുന്നത് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു അനുഭവമാണ്. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഇത്തരം തുറന്ന് പറച്ചിലുകൾ പരസ്പരം ഉണ്ടാകണം. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആത്മീകവും ഭൗതികവുമായ അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുവാൻ, പങ്കുവയ്ക്കുവാൻ, പരസ്പരം പ്രാർത്ഥിപ്പാനൊക്കെ ഇടയാകണം. പഴയ നിയമത്തിലൊരു കപ്പിൾസ് ഉണ്ട്, മനോഹയും ഭാര്യയും. ആരുടെ പാരൻസാണ്? ശിംശോന്റെ പാരൻസാണ്. അവരുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ വലുതായിട്ടുണ്ടായിരുന്നു. മനോഹയുടെ ഭാര്യയുടെ അടുത്താണ് പലപ്പോഴും ദൂതൻ പ്രത്യക്ഷനായിട്ട് പല കാര്യങ്ങളും പറയുന്നത്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആരോട് പറയുമായിരുന്നു? മനോഹയോട് പറയുമായിരുന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കുടുംബത്തിൽ. അതുപോലെ തന്നെയാണ് സഭയിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ അനുഭവം, കൂട്ടായ്മ ബന്ധത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ അനുഭവം ആശയവിനിമയം. ഈ ആശയവിനിമയത്തിൻ്റെ അഭാവമാണ് പലപ്പോഴും അകൽച്ച ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആശയവിനിമയം എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. അത് അതിൻ്റേതായ രീതിയിൽ സൗമ്യതയുടെ ആത്മാവിൽ ആണ് ഉണ്ടാകേണ്ടത്. സഭയോടുള്ള ഉള്ള ആശയവിനിമയം പ്രസംഗത്തിലുള്ള കുത്തുവാക്കുകളിലൂടെ ഒരിക്കലും ആകാനായിട്ട് പാടില്ല. അതൊരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് സൗമ്യതയുടെ ആത്മാവിൽ പറയാനായിട്ടുള്ള സാവകാശം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ശരിയായ കൂട്ടായ്മ ബന്ധത്തിലല്ല. ഇനി രണ്ടാമത് നമ്മളിൽ ഉണ്ടാകേണ്ട അനുഭവം സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക. ഈ കൂട്ടായ്മ ബന്ധത്തിൽ തുടരുന്ന ഓരോ വ്യക്തികളും, ഞാൻ കൂട്ടായ്മ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന ആ കൂട്ടായ്മയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും, ആ കൂട്ടായ്മ ബന്ധത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഒരു അനുഭവമാണ് എന്തോന്ന്? സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളിൽ
അവിടെ പറയും ചിലർ ചെയ്യുന്നത് പോലെ. വളരെ വിഷമത്തോടു കൂടെയാണ് പൗലോസ് ആണ് ലേഖനം എഴുതിയെങ്കിൽ പറയുന്നത്, ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നു, ചിലരിൽ അങ്ങനെയൊക്കെ കാണുന്നു, അത് ഒരിക്കലും അരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ ചുമ്മാ വന്നിരിക്കാനല്ല പറയുന്നത്, പിന്നെയോ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട്, അവിടെയും ആശയവിനിമയമുണ്ട്, തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇത് സഭായോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ്. എന്തിനു വേണ്ടി? പരസ്പര പ്രബോധനവും പരസ്പര സ്നേഹവും പരസ്പര സൽപ്രവർത്തികളുടെയും ഉത്സാഹം ഉണ്ടാകുവാൻ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയില്ല. അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇത് എപ്പോഴാ? നാൾ സമീപിക്കുന്നു എന്ന് തോന്നും തോറും എങ്ങനെ ഉണ്ടാകണമെന്നാണ്? ക്ഷീണിച്ച് വരാനല്ല പറയുന്നത്, പിന്നെയോ അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്താ ഈ നാൾ സമീപിക്കുന്നു? കർത്തീശ്വര, എന്താ ഈ നാൾ സമീപിക്കുന്നു എന്ന് പറയുന്നത്? കർത്താവിൻ്റെ വരവ് സമീപിക്കുന്നു, അതൊരു സത്യമാണ്. ഞാനതിന് ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്, എൻ്റെ നാളും സമീപിച്ചുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. ഈ തീർന്നുകൊണ്ടിരിക്കുന്ന അവസാന നാളുകളിൽ ഞാൻ ഓരോ ദിവസവും കഴിയും തോറും എൻ്റെ നാള് ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുക, കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ എൻ്റെ നാളിങ്ങനെ ഏത് നിമിഷമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ സഭായോഗങ്ങൾ ഒരിക്കലും മുടക്കരുത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്, ശോഷിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ ശോഷണവും ആത്മീയ മന്ദതയും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാ തലങ്ങളിലുമുണ്ട്. ഈ വയസ്സാകും തോറും ഉള്ള ഒരു പ്രത്യേക അനുഭവം, നമ്മൾ പലരും ആ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ ഈ സഭായോഗങ്ങളെയും കൂടെ ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ എന്തായിരിക്കും? ആത്മീയമായി വളരെ ക്ഷീണിച്ചു. അപ്പോൾ ഒന്നാമത് ആശയവിനിമയം, രണ്ടാമത് നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിൽ നാം പ്രധാനമായിട്ടും വച്ചു പുലർത്തേണ്ട ഒന്നാണ് സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ചിലർ പറയാണ്ട് ഉപേക്ഷിക്കാതെ വിചാരിക്കാതെ എന്ന്. ഉപേക്ഷിക്കാതെ ഇരിക്കണം. പഴയ നിയമത്തിൽ ഈ സഭായോഗം ഉണ്ടായിരുന്നോ? പഴയ നിയമത്തിൽ ഹെർമൻ, പഴയ നിയമത്തിൽ സഭായോഗം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. 7-ാം ദിവസം നിങ്ങൾക്ക് ശബത്തായിരിക്കണം. അന്ന് വിശുദ്ധ സഭായോഗം കൂടണം. വീട്ടിൽ ഇരുന്നാൽ പോരാ, സഭായോഗം കൂടണം. ഒരു പഴയ കാലഘട്ടത്തിൽ ദൈവാലയത്തിൽ തന്നെ 4 പ്രാവശ്യമെങ്കിലും പുരുഷന്മാർ വന്നിരിക്കണമെന്നാണ്, അല്ലേ? പിന്നെ സിനഗോഗുകളുണ്ട്, അവിടെ എല്ലാ ആഴ്ചയും അവർ കൂടി വരാറുണ്ട്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ വിശുദ്ധ സഭായോഗം എന്നുള്ളത് ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ തന്നെയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏകനായിട്ടല്ല. ഏകനായിട്ടിരിക്കുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഏത് കാരണം കൊണ്ടും നന്നല്ല. എന്നിട്ടാണ് പറയുന്നത്, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കിക്കൊടുക്കും. ഇത് ദൈവവ്യവസ്ഥയാണ്. ഒരുമിച്ച് കൂടി വരിക, ഒരുമിച്ചായിരിക്കുക എന്നുള്ളത് മാനുഷിക വ്യവസ്ഥയേക്കാൾ കൂടുതൽ ദൈവീക വ്യവസ്ഥയാണ്. ഇതൊരു കൂട്ടായ്മ ബന്ധമാണ്. അത് കുടുംബത്തിലായാലും സഭയിലായാലും കൂട്ടായ്മ ബന്ധമാണ്. എന്താ ഇത്? ഈ ഏകനായിരിക്കുന്നത് നന്നല്ല. ആത്മീയ തലത്തിൽ ചിന്തിച്ചാൽ ഏകനായിരുന്നാൽ പലപ്പോഴും ആത്മീയമായ ഏകാന്തത അനുഭവപ്പെടും, അല്ലേ? ഒരുമിച്ച് കൂടുമ്പോൾ അത് മാറുവാനുള്ള സാധ്യതയുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഈ നമ്മൾ ശിഷ്യന്മാരെ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അയക്കുന്നുണ്ട് സുവിശേഷം പറയാനും രോഗികളെ സൗഖ്യമാക്കാനും ഒക്കെ. എത്ര പേരായിട്ട് അയച്ചത്? ഈ 2 പേരെ ആയിട്ടാണ് അയച്ചത്. അതൊരു കൂട്ടായ്മയാണ്. ഒറ്റയ്ക്കല്ല അയച്ചത്, ഈ 2 പേരെ ആയിട്ടാണ് അയക്കുന്നത്. കർത്താവ് ഒരിക്കലും അങ്ങനെ ഏകമായിട്ട് ഒരു പദ്ധതിയിലേക്ക് തള്ളിവിടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. അവിടെയും 2 പേരെ വീതം അയച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അന്യോന്യമുള്ള ആത്മീയ കൂട്ടായ്മയുടെ പൊതുവേദി എന്ന് പറയുന്നത് സഭായോഗങ്ങൾ തന്നെയാണ്. അത് നമ്മുടെ ചർച്ച് മീറ്റിംഗ്സ് ആയാലും മറ്റു പൊതു ക്യാമ്പുകളായാലും അങ്ങനെയുള്ള എല്ലാ കൺവെൻഷനുകളായാലും ബൈബിൾ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, അതായാലും ഒക്കെ അങ്ങനെയാണ്. അന്യോന്യമുള്ള ആത്മീയ കൂട്ടായ്മയുടെ പൊതുവേദിയാണ് സഭായോഗങ്ങൾ.
ഈ ആത്മീയ കൂട്ടായ്മ നമുക്ക് പിന്നെ വേറൊരിടത്തും നമുക്ക് കിട്ടില്ല. ഞാൻ വേറെ പല കൂട്ടായ്മകളിലും പോകാറുണ്ട്. പെൻഷനേഴ്സ് അസോസിയേഷനിൽ ഞാൻ അംഗമാണ്. അപ്പോൾ അവർ പല മീറ്റിംഗ് എന്നെ വിളിക്കുമ്പോൾ ഞാനതിന് പോകും. അത് ആത്മീയ കൂട്ടായ്മയല്ല. ചിലർ എന്തിനാ പോണേന്ന് ചോദിക്കും. അതിൽ നമ്മളെ പഴയ വയസ്സന്മാരെയൊക്കെ ചില കാണാം, എൻ്റെ കൂടെ ജോലി ചെയ്തവരെ കാണാം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ സൗഹാർദ്ദം ഒന്ന് പുലർത്താം. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് ആത്മീയ കൂട്ടായ്മയല്ല. എന്നാൽ അതിലും ആത്മീകമായ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് കഴിയും. പക്ഷെ അതൊരാത്മീക കൂട്ടായ്മയല്ല. ആത്മീക കൂട്ടായ്മയുടെ വേദി എന്ന് പറയുന്നത് സഭായോഗങ്ങൾ തന്നെയാണ്. ഈ സഭായോഗങ്ങളിലൂടെ ഒന്ന് ആത്മീയ വേദിയുടെ പൊതുവേദി എന്ന് പറയുന്ന സഭായോഗം, അല്ലാതെ വേറെ ഒന്നില്ല. മറ്റൊന്ന് ആത്മീകമായ ചർച്ചകൾക്കുള്ള പൊതുവേദി എന്ന് പറയുന്നതും സഭായോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടെ നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സുകളൊക്കെ ആത്മീക ചർച്ചകളാണ്. കഴിഞ്ഞ നമ്മളെ മിഥുൻ സഹോദരൻ വന്നപ്പോൾ നടന്ന ഒരു സഭായോഗം അത് ചർച്ചയായിരുന്നു. എത്ര നല്ല ഹൃദ്യമായിരുന്നു. അപ്പം ഈ ആത്മീക ചർച്ചകൾക്കും പ്രബോധനങ്ങൾക്കുമുള്ള പൊതുവേദി എപ്പോഴും സഭായോഗങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സഭായോഗങ്ങൾക്ക് വളരെ പ്രാധാന്യം തിരുവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പരസ്പരം കാണുവാൻ, സൗഹാർദ്ദം പുലർത്തുവാൻ ഒക്കെ ഉള്ള വേദിയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സഭായോഗങ്ങളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യേയുണ്ട്. അതാണ് സഭായോഗത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. മറ്റൊരു സംഘടനാ സമ്മേളനത്തിലായാൽ അവിടെ ദൈവമില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ ആ വേദിയിലില്ല. എന്നാൽ ആത്മീകമായി സഭായോഗങ്ങളിൽ ആത്മീകമായി കൂടി വരുമ്പോൾ അവിടെ ആരുണ്ട്? ദൈവിക സാന്നിധ്യമുണ്ട്. ദൈവിക സാന്നിധ്യ ബോധത്തിലാണ് ഈ സഭായോഗങ്ങൾ നടക്കുന്നത്. മത്തായി സുവിശേഷം 18:20 അവിടെ കാണുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടി വരുന്നിടത്തൊക്കെ അവിടെ നടുവിൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനം, സഭായോഗങ്ങളുടെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൽ കേന്ദ്രീകരിച്ചു വേണം. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സഭായോഗമില്ല. ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ സന്ദർഭത്തിൽ നടത്തിയ ഒരു വാഗ്ദാനമാണിത്. ഇതൊരു പ്രോമിസാ. നിങ്ങൾ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. അതിൻ്റെ ആളെണ്ണത്തിൻ്റെ പെരുപ്പത്തിലല്ല, 2 പേരായാലും 3 പേരായാലും. അപ്പം ഇത്തരം കൂടിവരവുകളിലൂടെ അത് കേവലം വാക്കുകൾ കൊണ്ട് മാത്രമാകരുത്. പ്രവൃത്തികളാലും കൂട്ടായ്മ ബന്ധങ്ങളാലും പങ്കിടലുകളാലും ഈ സഭായോഗം ഊഷ്മളമായി തീരണം, ഹൃദ്യമായി തീരണം. അതൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായവും 10-ാം അധ്യായം 11-ാം അധ്യായമൊക്കെ ആ കൊരിന്ത്യയിലെ പ്രശ്നങ്ങളും അവരുടെ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കർത്തൃമേശയിലേക്ക് പറയുന്ന ഒരു കാര്യമാണ്. 11-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കൂടി വരുന്നതിനാൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ ഇടയാകുന്നത്. അങ്ങനെ ആകാനായിട്ട് വന്നാൽ അത് കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഹൃദ്യതയിലാകില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കായിട്ട് ഭവിക്കുന്നില്ല, തിന്മയ്ക്കായിട്ടാണ് ഭവിക്കുന്നത്. അതിനുള്ള കാരണം അടുത്ത് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഒന്നാമത്, നിങ്ങൾ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആത്മീകമായ കൂട്ടായ്മ ബന്ധം, സഭായോഗങ്ങൾ എന്ന് പറയുന്നത് ഭിന്നതയുടെ ആത്മാവിൽ കൂടി വരേണ്ട മീറ്റിങ്ങുകളല്ല. ഭിന്നതകളെല്ലാം വെടിഞ്ഞു, ഭിന്നതകൾ തീർത്ത് ഒരുമിച്ച് കൂടി വരേണ്ട ഒരു കൂട്ടായ്മ ബന്ധമാണ് ഈ സഭായോഗങ്ങൾ. ഇത്തരത്തിലുള്ള സഭായോഗങ്ങൾ യഥാർത്ഥ കൂട്ടായ്മ ബന്ധം വെളിപ്പെടുത്തില്ല. ഭിന്നതയോടുകൂടെ കൂടി വന്നാൽ ദൈവനാമം തുച്ഛീകരിക്കപ്പെടും. ഭിന്നതയോടുകൂടെ കൂടി വരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, ഭിന്നതയുടെ ആത്മാവിൽ കൂടി വരുന്നത് കൊണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് കൊണ്ടും യാതൊരു ദൈവമഹത്വവും ഉണ്ടാകില്ല. നാം എല്ലാവരും ഒന്നാണെന്ന് കാണിക്കുന്നതും കൂടെയാണല്ലോ കർത്തൃമേശ എന്ന് പറയുന്നത്. അത് ദൈവനാമം മഹത്വപ്പെടുന്നില്ല. കൂട്ടായ്മയുടെ വെളിപ്പെടലായിട്ടത് മാറില്ല. ദൈവം ദുഃഖിക്കുകയേ ഉള്ളൂ. അവിടെ നമ്മൾ സഭായോഗങ്ങൾ കൂടി വരുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടി വരാറുണ്ട്. പല കാര്യങ്ങൾക്ക്, ആരാധനയ്ക്കായിട്ട് സഭായോഗം കൂടണം, പ്രാർത്ഥനയ്ക്കായിട്ട് സഭായോഗം കൂടണം, തിരുവചന പഠനത്തിനായിട്ട് സഭായോഗം കൂടണം,
നല്ല പ്രവൃത്തികൾ പങ്കിടുന്നതിന് വേണ്ടി സഭായോഗം കൂടണം, കർത്തൃമേശ നടത്തുന്നതിന് വേണ്ടി സഭായോഗം കൂടണം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സഭായോഗങ്ങളുണ്ട്. എല്ലാം ആത്മീകമായ അധിഷ്ഠിതവും ക്രിസ്തുവിൽ കേന്ദ്രീകൃതവും ആത്മാവിൻ്റെ നടത്തിപ്പിലും ആയിരിക്കണം. അല്ലാതെയുള്ളത് പലപ്പോഴും ദൈവനാമമഹത്വത്തിനിടയാകുകയില്ല. ഈ പലരും ദൈവാലയം വളരെ ആഗ്രഹിച്ചിരുന്ന, ദൈവാലയം എന്ന് ഞാൻ പറഞ്ഞു കൂട്ടായ്മ ബന്ധം. നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിശുവായിരുന്നപ്പോൾ ദൈവാലയത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു പ്രവാചകി ഉണ്ടായിരുന്നു, ഇല്ലേ? ഹന്ന എന്നാണ് ആ പ്രവാചകിയുടെ പേര്. ആ ഹന്ന എന്ന പ്രവാചകിയെക്കുറിച്ച് വായിക്കുന്നത് എന്താണ്? അവൾ വിധവയായി തീർന്നു, നല്ല പ്രായത്തിൽ തന്നെ വിധവയായി തീർന്നു. വേണമെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് ന്യായപ്രമാണം വിലക്കൊന്നുമില്ല അങ്ങനെ വിധവയായി തീർന്നാൽ. എന്നാൽ അവൾ എന്ത് ചെയ്തു? അവൾ അങ്ങനെ ആയി തീർന്നപ്പോൾ അവൾക്ക് ദൈവാലയം വിട്ടു പിരിയുവാനായിട്ട് മനസ്സ് വന്നില്ല എന്നാണ്. അവൾ ഏറ്റവും കൂടുതൽ കാക്ഷിച്ചിരുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ 86-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, 42 മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇതാണ് സഭായോഗത്തിൽ ഉണ്ടാകേണ്ട ഹൃദ്യത. അങ്ങനെയാകണം. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആകണം. അവൾ ദൈവാലയം വിട്ടുപിരിയാതെ എന്താ ചെയ്തുകൊണ്ടിരുന്ന? ഹന്ന എന്ന പ്രവാചകി ദൈവാലയം വിട്ടുപിരിയാതെ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എന്ത് ചെയ്യുന്നു? രാവും പകലും ആരാധന ചെയ്തു പോന്നു. അങ്ങനെ എന്നെ വായിക്കുന്നുണ്ട് അവിടെ. രാവും പകലും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ദൈവാലയത്തിൽ കഴിഞ്ഞ ഒരു സ്ത്രീ രത്നമാണ് ആര്? ഹന്ന എന്ന പ്രവാചകി. അതുകൊണ്ടാണ് ശിമ്യോനോട് കൂടെ ചേർന്ന് നിന്ന് ആ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിപ്പാനും അത് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിപ്പാനും ഇടയായതിന് കാരണം അതാണ്. അവൾ വെറുതെ അവിടെ ദൈവാലയത്തിൽ കുത്തിയിരിക്കുകയല്ല ചെയ്തത്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ദൈവം ഏറ്റവും അധികം ദൈവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ഉണ്ടാകണം, പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാകണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഇതാണ് സഭായോഗങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുപോലെ കർത്താവായ യേശുക്രിസ്തു സഭായോഗങ്ങളിൽ പോകാറുണ്ടായിരുന്നു. എന്താ സമയല്ലേ? കർത്താവായ യേശുക്രിസ്തു സഭായോഗങ്ങളിൽ പോകുമായിരുന്നു. ഒന്നും മുടങ്ങില്ല കേട്ടോ. നമ്മൾ ഒരു ഭാഗം നമുക്ക് അറിയാം. ലൂക്കോസ് എഴുതിയ ശേഷം 4-ാം 16-ാമത്തെ വാക്യം. അത് വളരെ ഏർലി, എനിക്ക് തോന്നുന്നു ഈ പരസ്യ പ്രവർത്തനം തുടങ്ങിയ സമയത്തുള്ള ഒരു അനുഭവമാണെന്ന് തോന്നുന്നു. 4:16 യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉള്ളൊരു പതിവിനെ കുറിച്ച് പറയുന്നു. അവൻ വളർന്ന നസ്രയത്തിൽ, യെരൂശലേമിൽ പോയി, എന്നിട്ട് അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് ചെന്നു. ഇംഗ്ലീഷിൽ അത് നല്ല കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട് എന്താണ് പള്ളി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹി കെയിം ടു നസ്രത്ത് വെൻ ഹി ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് ആൻഡ് ഹി വാസ് ഹിസ് കസ്റ്റം. ഹി went to synagogue on the Sabbath day and he stood up to read. അപ്പോൾ സിന്നഗോഗുകളാണല്ലോ പല സ്ഥലങ്ങളിലും ഉള്ളത്, ദൈവാലയം ഒരിടത്തേ ഉള്ളൂ. അപ്പോൾ ഈ സിന്നഗോഗിൽ തൻ്റെ ബാല്യകാലത്തിൽ മാതാപിതാക്കളാൽ തുടങ്ങി വെച്ച ഒരു പതിവാണ് ഈ സഭായോഗങ്ങളിൽ പോകുക എന്നുള്ളത്. ബാല്യകാലത്ത് എത്ര വയസ്സുള്ളപ്പോൾ പോയതായിട്ട് തെളിവ് നമ്മൾ വായിക്കുന്നുണ്ട്. 12 വയസ്സുണ്ടായിരുന്നപ്പോൾ അവൻ ദൈവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം പോവുകയും അവിടുത്തെ ഗുരുവരന്മാരുടെ ഗുരുശ്രേഷ്ഠന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കുകയും ഉത്തരം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നിർത്തിയില്ല. തൻ്റെ ബാല്യകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു പതിവ്, ഒരു കസ്റ്റം ആണ് ഈ ദൈവാലയത്തിൽ പോകുക അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പോകുക എന്നുള്ളത്. മാത്രമല്ല അവിടെ ചെന്ന് വെറുതെ വായി നോക്കിയിരുന്നിട്ട് വരികയല്ല ചെയ്യുന്നത്. പിന്നെന്താ? തന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൻ നിർവഹിക്കും. തന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അവിടെ വായിക്കാനായിട്ട് ന്യായപ്രമാണം എടുത്തു കൊടുക്കും. ചുമ്മാ തോന്നുന്നതെടുത്ത് വായിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല. ഒരു സിനഗോഗിലെ ഒരു ദൈവാലയത്തിലായാലും ശരി, വായിക്കാനായിട്ട് ചിലർ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ വായിക്കേണ്ട ഭാഗം ഏതാണെന്ന് അവരല്ല നിശ്ചയിക്കുന്നത്. അവിടെയുള്ള പുരോഹിതന്മാരോ ആരെങ്കിലും അതിനുള്ള ഏൽപ്പിച്ചിട്ടുള്ളവർ എടുത്തു കൊടുക്കും. ഇന്ന് വായിക്കേണ്ട ഭാഗം ഇതാണ്. അങ്ങനെ വായിച്ച ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞ് അവിടെ വായിച്ചിട്ട് മടക്കി
അവിടെ ശുശ്രൂഷക്കാരെ ഏൽപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കർത്തവ്യം വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ. ഇനി ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ഈ ദൈവാലയത്തിൽ അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പോകുന്ന ഒരു പതിവ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം അവസാനമാണ്. 52-53 വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഉള്ള അനുഭവം അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അവർ അവനെ നമസ്കരിച്ചു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ നമസ്കരിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്ന് പറയുന്നത്? കർത്താവ് പറഞ്ഞതുപോലെ തന്നെയാണ്, യെരുശലേമിലേക്ക് അവർ മടങ്ങിച്ചെന്നു. എന്നിട്ട് അവിടെ പറയുന്ന ലൂക്കോസിൽ പറയുന്നതാണ്, എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവർ അവരുടെ കുടുംബങ്ങളിലല്ല പോയത്, കർത്താവിൻ്റെ വാക്ക് പാലിക്കുകയും അവർ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. They worshipped him and returned to Jerusalem with great joy and were continually in the temple praising and blessing God. ആമേൻ. ഇംഗ്ലീഷിൽ അങ്ങനെ അവിടെ പറയുന്നുണ്ട് ആമേൻ. മലയാളത്തിൽ ആമേൻ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്കും ആ പതിവുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:13 അവർ അവിടെ എത്തിയപ്പോൾ, യെരുശലേമിൽ എത്തിയപ്പോൾ മാളിക മുറിയിൽ കയറി അവിടെ ശിഷ്യന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും യേശുവിൻ്റെ അമ്മയായ മറിയയോടും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥന കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊരു സഭായോഗം തന്നെയാണ്. മറിയെക്കുറിച്ച് പറയുന്ന അവസാനത്തെ പരാമർശം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയാകുന്ന മറിയെക്കുറിച്ച് പറയുന്ന അവസാനത്തെ പരാമർശമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 1:13. അപ്പോൾ അവിടെ സ്ത്രീകളോടും കൂടെ ഒരുമിച്ച്, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളോടും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നു. അതവരുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 2:46 വായിക്കുമ്പോൾ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും, അപ്പം നുറുക്കി ഭക്ഷണം കഴിച്ചു, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സഭായോഗം. പരസ്പരമുള്ള കൃപ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുക. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരും ശിഷ്യരും ഒരുമിച്ചായിരുന്നു പരസ്പരം ഉത്സാഹിപ്പിക്കുന്ന, അതാണ് സഭായോഗം, സഭാ കൂടിവരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. സഭാ കൂടിവരവുകൾ ദൈവം പ്രസാദിക്കുന്ന ഒന്നാണ്, ദൈവനാമം മഹത്വപ്പെടുന്ന ഒന്നാണ്. ഈ കൂട്ടായ്മ, സഭാ സമ്മേളനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തരത്തിൽ വേണം കൂടി വരാൻ. പരസ്പര ഐക്യത്തിലും ഭിന്നതയില്ലാത്ത തരത്തിലും വേണം കൂടി വരാൻ. ഈ സഭായോഗങ്ങളിൽ കേന്ദ്രസ്ഥാനം യേശു ക്രിസ്തുവായിരിക്കണം. മാനുഷിക കേന്ദ്രീകൃതമല്ല സഭായോഗങ്ങൾ. എപ്പോഴും യേശു ക്രിസ്തു കേന്ദ്രീകൃതമാകണം. വ്യക്തി നിയന്ത്രണത്തെക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാ നിയന്ത്രണത്തിലായിരിക്കണം. ഇന്ന് പല സമുദായങ്ങളിലും പല ഇതൊക്കെ വ്യക്തി നിയന്ത്രണങ്ങളാണ്. ഇന്നയാൾ പ്രാർത്ഥിക്കണം, ഇന്നയാൾ സ്തോത്രം ചെയ്യണം, ഇന്നയാൾ വായിക്കണം, ഇങ്ങനെ. ഇവിടെ നമ്മൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ഏൽപ്പിക്കാറുള്ളൂ. മറ്റതൊക്കെ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച്. ഇപ്പം വർഷിപ്പിനായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ഇന്ന ആളുകൾക്ക് വേണമെന്ന് സ്തോത്രം ചെയ്യാൻ, ഇന്ന ആൾ വേണം വചനം ധ്യാനിക്കാൻ എന്ന് നമ്മൾ നിഷ്കർഷിക്കാറില്ല. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ചെയ്യുന്നതാണ് ശരിയായ രീതി. അങ്ങനെ തന്നെ ആയിരിക്കണം. അത് ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കനുസരണമായി അത്തരം വ്യക്തികൾ വിവിധങ്ങളായ ശുശ്രൂഷകൾ സഭായോഗങ്ങളിൽ നിർവഹിക്കണം. പ്രബോധിപ്പാൻ കഴിവുള്ളവർ പ്രബോധിപ്പിക്കണം, സ്തോത്രം ചെയ്യാൻ കഴിവുള്ളവർ സ്തോത്രം ചെയ്യണം, വായിക്കുവാൻ കഴിവുള്ളവർ വായിക്കണം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ശുശ്രൂഷകൾ സഭായോഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സഭായോഗങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ കൂടി വരുന്നതുകൊണ്ട്, ആരാധനയ്ക്കായിട്ട് കൂടി വരുന്ന സഭായോഗമുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്, തിരുവചന പഠനത്തിനുള്ള ഇതിനൊക്കെ വാക്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഒന്നും എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തിരുവചന പഠനത്തിനുള്ള യോഗങ്ങൾ, അതൊക്കെ ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ സുവിശേഷീകരണത്തിനുള്ള യോഗങ്ങളും ഉണ്ട്. ഇതെല്ലാം സഭായോഗങ്ങളോട് ബന്ധിച്ച് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങളാണ് നമ്മുടെ അനുഭവം, കൂട്ടായ്മ ബന്ധത്തിൽ നമ്മിൽ നിന്നുണ്ടാകേണ്ട അനുഭവം. ഒന്ന് ആശയവിനിമയം, രണ്ടാമത് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. 2 അനുഭവം നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നമ്മിൽ തന്നെ ഉണ്ടായി വരേണ്ട അനുഭവങ്ങളാണ്. ഇനി ഈ കൂട്ടായ്മ ബന്ധത്തിൻ്റെ മൂന്നാമത്തെ ഒരു അനുഭവമാണ് ഷെയറിങ്, പങ്കിടലില്ലാതെ ഒരിക്കലും കൂട്ടായ്മ ബന്ധം ഇല്ല. പങ്കിടലും പങ്കിടുകയും പങ്കാളിയാവുകയും ചെയ്യണം. പങ്കിടുകയും വേണം,
പങ്കാളിയാവുകയും ചെയ്യും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പങ്കിടലും പങ്കാളിയാകും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗിവിങ് ആൻഡ് ടേക്കിങ്. അത് തന്നെയാണ്. ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം അത് സ്വീകരിക്കുവാൻ മനസ്സുണ്ടാകണം. അപ്പം ഇതാണ് ശരിയായ ഒരു കൂട്ടായ്മ ബന്ധം എന്ന് പറയുന്നത്. പങ്കിടലും പങ്കാളിയാകുകയും ചെയ്യുന്ന തരത്തിലുള്ള കൂട്ടായ്മ ബന്ധം അത് ഉണ്ടാകണം. നമുക്ക് ഒന്നാമത് ഉണ്ടാകേണ്ട ഇത്തരത്തിലുള്ള ഷെയറിങ് എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിനുള്ള പങ്കിടൽ. ഒരു സഭയിൽ, ഒരു പ്രാദേശിക കുടിവരവിൽ ഏറ്റവും കൂടുതൽ ഷെയറിങ് ഉണ്ടാകേണ്ടത് സുവിശേഷീകരണത്തിനാണെന്ന് വചനം വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? അതില്ലാതെ മറ്റു ഷെയറിങ്ങിൽ വേണം. പക്ഷേ ഈ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള പങ്കിടലാണ് ഏറ്റവും ഒരു സഭയുടെ ഏറ്റവും വലിയ ദൗത്യവും കൂട്ടായ്മ ആചരണവും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെ പൗലൂസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത് പറയുന്നുണ്ട്. ഒന്നാമത് വേണ്ടത് സുവിശേഷീകരണത്തിലുള്ള കൂട്ടായ്മയായിരിക്കണം. ഫിലിപ്പിയർ 1:4 മുതൽ 7 വരെ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ വരവിനോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ വരവോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ഈ ഫിലിപ്പിയ സഭയിൽ അല്ലെങ്കിൽ ഫിലിപ്പിയയിൽ നിന്ന് കടന്നു വന്ന ആ 1-ാം നാൾ മുതൽ ഇതുവരെയും, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലായി, കണ്ടിന്യൂഡ് സ്റ്റെഡ് ഫാസ്റ്റ്ലി. ഇടമുറിയുടെ അല്ല, കുറച്ച് സമയമുണ്ട്, പിന്നെ കുറച്ച് സമയമില്ല, പിന്നെ ഉണ്ട്, പിന്നെ ഇല്ല, അങ്ങനെയല്ല. ഇവിടെ എടുത്തു പറയുന്നു, സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുക. അത് 1-ാം നാൾ മുതൽ ഇതുവരെയും. 7-ാം വാക്യത്തിൽ പറയുന്നത്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് ന്യായമല്ലോ. അപ്പോൾ ഈ സുവിശേഷീകരണത്തിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തു. എൻ്റെ ബന്ധനങ്ങളിൽ, സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിൽ, സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണത്തിൽ ഒക്കെ അവർ കൂട്ടായ്മ കാണിച്ചു എന്നുള്ളതാണ്. അവരുടെ ഫെലോഷിപ്പ് ഇൻ ഗോസ്പൽ ഫ്രം ദ ഫസ്റ്റ് ഡേ അൺടിൽ നൗ. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ഇതൊരു ഗുഡ് വർക്ക് എന്നാണ് അവിടെ പറയുന്നത്, അല്ലേ? ഇതൊരു നല്ല വേലയാണ്. സുവിശേഷീകരണത്തിൽ പരസ്പരം കാണിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു നല്ല, വിച്ച് ഹാത്ത് ബിഗൺ എ ഗുഡ് വർക്ക് ഇൻ യു വിൽ പെർഫോം ഇറ്റ് അണ്ടിൽ ദ ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഗുഡ് വർക്ക്. ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ, സുവിശേഷ പ്രവർത്തനങ്ങൾക്കുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. അതൊരു നല്ല പ്രവൃത്തിയാണ്. അതുകൊണ്ട് പൗലോസിൻ്റെ ഹൃദയങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അത് ഹൃദയങ്ങളിൽ വഹിക്കുന്നു. അപ്പം പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളെക്കുറിച്ച് ഒന്നാമത് പറയുന്നത് അവരുടെ ഏത് കാര്യമാണ്? അവിടെ സാമ്പത്തിക കൂട്ടായ്മയല്ല. സാമ്പത്തിക കൂട്ടായ്മ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫിലിപ്പിയർ. എന്നാൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത അത് സാമ്പത്തികമാണെങ്കിലും പ്രാർത്ഥനയായാലും അത് ഫിസിക്കലാണെങ്കിലും ശാരീരികമായാലും ഒരുമിച്ചുള്ളതായാലും സുവിശേഷ ഘോഷണത്തിനുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ പൗലോസിന്റെ കൃപയ്ക്കും കൂട്ടാളികളായി എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തവർ മാത്രമല്ല, ബന്ധനത്തിൽ കൂട്ടാളികളായി. പൗലോസാണ് കൂടുതലും പൗലോസിനോടൊപ്പം തടവിൽ കിടന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ശീലാസിനെയും അങ്ങനെ 1-2 പേരെ കുറിച്ച് നമുക്കറിയാവൂ. പക്ഷെ പൗലോസിനോടൊപ്പം ബന്ധനത്തിലായ സഹബത്തൻ എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായത്തിൽ നിങ്ങളെ വന്ദനം ചെയ്യുന്നു പറയുമ്പോൾ അവിടെ ധാരാളം പേരെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ് സഹബത്തൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടെ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണ്. പൗലൂസിന്റെ ബന്ധനത്തിൽ അവർ കൂട്ടാളികളായി. അവരെ പൗലൂസിന്റെ ഹൃദയത്തിൽ വഹിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ശരിയായ കൂട്ടായ്മ ബന്ധം. അങ്ങനെ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടാളികളായതുകൊണ്ട് പൗലൂസിന് അവരെ ഹൃദയത്തിൽ വഹിക്കുവാൻ കഴിഞ്ഞു. ഒരിക്കലും മറക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരിക്കലും വാദപ്രതിവാദത്തിൽ പൗലൂസിന് കൂട്ടാളികളായി, സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിൽ കൂട്ടാളികളായി. ഈ കൂട്ടായ്മ
ഈ സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ വല്ലപ്പോഴും പോരാ, തുടർമാനമായി 1-ാം നാൾ മുതൽ ഇതുവരെ ഇതൊരു നല്ല വേലയാണ്, ഗുഡ് വർക്കാണ്. പൗലൂസ് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1:6 അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുണ്ട്. പൗലൂസ് വളരെ വലുതായി കരുതിയ ഒരു പ്രധാനപ്പെട്ട കൂട്ടായ്മ ബന്ധമാണ് സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മ. ഫിലിപ്പിയർക്ക് എഴുതിയ 4:15-16 അവരുടെ സാമ്പത്തിക കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ മക്കദോന്യയിൽ നിന്നും പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ, ഫിലിപ്പിയർ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചില്ല. അതുപോലെ തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ 1-2 വട്ടം നിങ്ങളെ എനിക്ക് അയച്ചു തന്നുവല്ലോ. അങ്ങനെ മണി ഓർഡറായിട്ടാണോ അയച്ചത്? അതേ മറ്റേ ഇത് UP എന്തോ പറയും, നമ്മളിപ്പം വളരെ ഈസി ആയിട്ട് അങ്ങനെയല്ല, ശരദിച്ച് ശേഖരിച്ച് ആൾവശം കൊടുത്തു വിടുകയാണ്. എത്ര വളരെ പ്രയാസപ്പെട്ടാണ്. അതാണ് വരവ് ചെലവ് കാണത്തിൽ കൂട്ടായ്മ കാണിച്ചില്ല മറ്റു സഭകൾ. എന്നാൽ ഫിലിപ്പിയരെ, നിങ്ങൾ എൻ്റെ വരവ് ചെലവ് കാര്യത്തിൽ, എൻ്റെ വരവ് ചെലവ് കാര്യം എന്ന് പറഞ്ഞാൽ പൗലൂസിൻ്റെ വരവ് ചെലവ് കാര്യം എന്ന് പറയുന്നത് തൻ്റെ സ്വന്തം ചെലവിനെ കുറിച്ചല്ല. അത് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. പൗലൂസിന്റെ കൂടെ അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ. മാത്രവുമല്ല, പൗലൂസ് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ടുണ്ടല്ലേ. അക്വിലാവിനോടും പ്രിസ്കില്ലയോടും വളരെ കാലം ആര് താമസിച്ചു? പൗലൂസ് താമസിച്ചിട്ടുണ്ട്. അക്വിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? കൂടാരപ്പണി. അവിടെ താമസിച്ചപ്പം വെറുതെ ഇരുന്ന് ചാപ്പാട് പഠിച്ച് സുവിശേഷം അറിയിക്കുകയല്ല ചെയ്തത്. പിന്നെയോ അവരോടൊപ്പം പോയി കൂടാരപ്പണി ചെയ്തുകൊണ്ട് സുവിശേഷ ഘോഷണത്തിൽ കൂട്ടാളികളായി. അപ്പൊ ഇത് പൗലൂസിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നാമത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫിലിപ്പിയയിലെ സുവിശേഷീകരണത്തിൽ ആദ്യം മുന്നോട്ട് വന്ന ഒരു വനിതയുണ്ട്. ആരാ? ലിദിയ അല്ലേ? ലിദിയ ആദ്യം തുറന്നു കൊടുത്തത് എന്താ? ഹൃദയം അല്ലേ? കൂട്ടായ്മ ബന്ധത്തിൽ ആദ്യം ആ ഭക്തയായ സ്ത്രീയെ കുറിച്ച് പറയുന്നത് ഒന്നാമത് അവളുടെ ഹൃദയം തുറന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിലാണ്. ആദ്യം അവളുടെ ഹൃദയം തുറന്നു. പിന്നെ എന്താ തുറന്നു കൊടുത്തു? ഹൃദയം മാത്രമാണോ തുറന്നു കൊടുത്തേ? അവളുടെ വീട്, ഭവനം തുറന്നു കൊടുത്തു. 16:15 അവളും കുടുംബവും സ്നാനയേറ്റ ശേഷം പൗലൂസിനോടും കൂട്ടരോടും അഭ്യർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ എന്നെ, രക്താംബരം വിൽക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടതൊന്നും അല്ല കേട്ടോ എന്ന് കരുതുന്നുണ്ടോ? അന്നത്തെ രക്താംബരം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം അല്ലേ? പട്ടുവസ്ത്രം അല്ലേ രക്താംബരം? നല്ല പട്ടുവസ്ത്രത്തിൽ നല്ല കൂടിയതാണ് രക്താംബരം. ഏറ്റവും പണമുള്ളവർ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അപ്പം അത് വിറ്റ് ജീവിക്കുന്ന സാമാന്യം പണമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു എങ്കിൽ, അടുത്ത് പറയുന്നത് എന്താണ്? എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു പൗലൂസ് പറയുക. ഇതാണ് കൂട്ടായ്മ. ഹൃദയം തുറന്നാൽ മാത്രം കൂട്ടായ്മ ബന്ധമാകില്ല. നമ്മുടെ ഭവനങ്ങൾ തുറക്കപ്പെടണം. അതുപോലെ തന്നെ ഈ വെളിച്ചപ്പാടത്തിയുടെ മാറ്റം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടായല്ലോ വെളിച്ചപ്പാടത്തി. അപ്പം വെളിച്ചപ്പാടത്തിയെ കൊണ്ട് ജീവിച്ചിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പൗലൂസിന് നേരെ തിരിഞ്ഞിട്ട് പൗലൂസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലിട്ടു. അതൊക്കെ അറിയായിരിക്കും. ആ 3-ാം അങ്ങ് ഏറ്റവും ഉള്ളിലുള്ള കാരാഗൃഹത്തിൽ ആമത്തിലിട്ടു. അവിടെ കിടന്ന് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. കാരാഗ്രഹം തുറന്നിട്ട് അവർ രക്ഷപ്പെട്ടില്ല. പിള്ളേർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഇത്തിരി വിശദമായിട്ട് ഞാൻ പറയുന്നത്. കാരാഗ്രഹം തുറന്നെങ്കിലും അവർ രക്ഷപ്പെട്ടു പോയില്ല. ഈ കാരാഗ്രഹം തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് കാരാഗ്രഹ പ്രമാണി പറഞ്ഞു, അയ്യോ എല്ലാം രക്ഷപ്പെട്ടു, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ കൊല്ലുവാനായിട്ട് തുടങ്ങി. നിനക്ക് ഒരു ആപത്തും വരുത്തരുതേ, നിന്നെ തന്നെ കൊല്ലരുതേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോഴാണ് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നത്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കാരാഗ്രഹ പ്രമാണി പൗലൂസിനെയും ശീലാസിനെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോയി അവരുടെ മുറിവുകളൊക്കെ വച്ചുകെട്ടി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്തു. ഹൃദയം തുറന്നു കൊടുത്തതിന് ശേഷം ഈ കാരാഗ്രഹ പ്രമാണി ചെയ്തത് അതാണ്. അവരുടെ മുറിവുകളൊക്കെ വച്ചുകെട്ടി ശുശ്രൂഷ ചെയ്തു. ആ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആ രാത്രിയിൽ തന്നെ സ്നാനപ്പെട്ടു. എത്ര വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്കാണ് അവർ വന്നത്. ഇനി ഇവിടെ നിന്ന് സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന അപ്പോഴും അവിടെ ഈ ലിദിയയുടെ കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ട് അവിടെ.
ഈ കാരാഗ്രഹ പ്രമാണിയെയും കുടുംബത്തെയും രക്ഷയ്ക്ക് കാരണമാക്കി സ്നാനപ്പെടുത്തിയതിന് ശേഷം ഈ പൗലൂസും ശീലാസും നേരെ പോയത് എവിടെയാണെന്ന് അറിയാമോ? ലിദിയയുടെ വീട്ടിലാണ്. ലിദിയയുടെ വീട്ടിലാണ് ഈ പൗലൂസിന് പോകുവാൻ മനസ്സ് തോന്നിയത്. അവിടെ പറയുന്നുണ്ട് 16:40 പൗലൂസും ശീലാസും തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. ആ ലിദിയയുടെ വീട്ടിൽ ഈ പൗലൂസും ശീലാസും ബന്ധനസ്ഥനായി കാരാഗ്രഹത്തിലായപ്പോൾ ഈ ലിദിയയുടെ വീട്ടിൽ ഒരു കൂട്ടം സഹോദരന്മാർ കൂടിയിരിക്കുകയാണ്, കൂട്ടായ്മ ബന്ധത്തിലാണ്. അവരുടെ കൂട്ടായ്മ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? എന്തിനു വേണ്ടിയാ? ഈ പൗലൂസിനും ശീലാസിനും വേണ്ടി പ്രാർത്ഥിക്കുകയാ. പൗലൂസും ശീലാസും ആ കാരാഗ്രഹത്തിനുള്ളിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ചുവെങ്കിൽ ഇതാ മറ്റൊരു സ്ഥലത്ത് ആ പൗലൂസിനോടും ശീലാസിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിന്റെ ദൃഢതയുടെ ഫലമായി അവർ ലിദിയയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാ. ഇതറിഞ്ഞ പൗലൂസ് ശീലാസ് ഇവരെയൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ലിദിയയുടെ വീട്ടിൽ ചെന്ന് ആ സഹോദരന്മാരെ ആശ്വസിപ്പിച്ചു. അവരെന്താ ആശ്വസിപ്പിച്ചത്? നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞാണോ? അവരുടെ ആശ്വാസം ഇല്ലായിരുന്നു. അയ്യോ, പൗലൂസും ശീലാസും ബന്ധനസ്ഥനായല്ലോ, അവർക്കിനി എന്ത് പറ്റും? അവരെ റോമൻ ഗവൺമെന്റ് കൊല്ലുമോ? അങ്ങനെ ഭയപ്പെട്ട ആശ്വാസമില്ലാതെ സമാധാനമില്ലാതിരുന്നു. അവിടെ ചെന്നിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിതാ വിടുവിക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്താൽ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അവരെല്ലാം പറഞ്ഞു കാണും, സാക്ഷ്യം പറഞ്ഞു കാണും, നല്ല സാക്ഷ്യമായിരിക്കും. ഇത് കേട്ടപ്പോൾ അവർ ആശ്വസിച്ചു. അങ്ങനെ ആശ്വസിച്ചു കൊണ്ടുപോയി. സുവിശേഷ ഘോഷണത്തിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് സാന്നിധ്യം കൊണ്ട്, സാമ്പത്തികം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആതിഥ്യം കൊണ്ട് ഒക്കെ ഈ സുവിശേഷ ഘോഷണത്തിൽ കൂട്ടായ്മ കാണിക്കാനായിട്ട് കഴിയും. ഒരു സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് ഒന്നാമത് പങ്കാളിയാകേണ്ടത്, ഒന്നാമത് പരസ്പര കൂട്ടായ്മയിൽ നാം പ്രതിഫലിപ്പിച്ച് കാണിക്കേണ്ടത് എന്താണ്? സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം, ഞാൻ നേരത്തെ ഒരു ഭാഗം പറഞ്ഞു, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 16-ാം അധ്യായം, റോമർ എഴുതിയ 16-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ കുറേ പേരുകളായതുകൊണ്ട് നിങ്ങൾ ഞാനുൾപ്പെടെ പലരും ശ്രദ്ധിച്ച് വായിക്കാറില്ല. അവിടെ എത്ര പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? 36 പേര്. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വന്ദനം ചെല്ലുവിൻ, വന്ദനം ചെല്ലുവിൻ, വന്ദനം ചെല്ലുവിൻ എന്ന് 36 പേരെയാണ് എടുത്തു. എങ്ങനെ ഓർമ്മിച്ചു വന്നു പൗലോസിന് ഈ തിരക്കിനിടയിൽ? ലേഖനം എഴുതിയപ്പോൾ ചിലരുടെ പേരുകൾ പറയുന്നത് നല്ലതാണ്, അതിൽ സ്ത്രീകളും ഉണ്ട് കേട്ടോ. സുവിശേഷ ഘോഷണത്തിൽ കൂട്ടാളികളായി തീർന്നതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാർ മാത്രമല്ല. ആദ്യം പറയുന്നത് ഒരു സ്ത്രീയെ, ആരാ? ഫേബ, കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി എന്നാണ് ഫേബയെ കുറിച്ച് പറയുന്നത്. കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തി. അവരെ കുറിച്ച് പറയണം, അവളെ കൈക്കൊള്ളുവാനും സഹായം ചെയ്യുവാനും ഭരമേൽപ്പിക്കുമ്പോൾ ഫേബയെ കുറിച്ച് ഈ പൗലൂസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അവൾ പലർക്കും, വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. സുവിശേഷ ഘോഷണത്തിലുള്ള സഹായമാ. പലർക്കും സഹായം ചെയ്തു, വിശേഷാൽ എനിക്കും ചെയ്തിരിക്കുന്നു. ഇത് സുവിശേഷ ഘോഷണത്തിനുള്ള കൂട്ടായ്മയാണ്. അടുത്ത് പറയുന്ന ഒരു ദമ്പതികളാണ്. ആരാ? പ്രിസ്കയും അക്വിലാവുമാണ്. പ്രിസ്കയും അക്വിലാവും. അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ എനിക്ക് വേണ്ടി, എൻ്റെ പ്രാണന് വേണ്ടി കഴുത്ത് വച്ചു കൊടുത്തവരാകുന്നു. ഇതിൽ പല ഒരു കൂട്ടായ്മയുണ്ടോ? ഞങ്ങൾ ചത്താലും വേണ്ടൂല, ഞങ്ങൾ പിടിവിച്ചാലും വേണ്ടൂല, ഞങ്ങൾ പോയാലും വേണ്ടൂല, പൗലൂസേ അങ്ങയ്ക്കൊരു കുഴപ്പവും സംഭവിക്കരുത്, അങ്ങ് ജീവിച്ചിരിക്കണം. സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് അക്വിലാവും പ്രിസ്കില്ലയും. അക്വിലാവും അവിടെ പറയുന്നത് പ്രിസ്കയും അക്വിലാവും എന്നാണ്. ഇത്തരത്തിലും നമ്മൾ പങ്കാളിയാകുവാനായിട്ട് കഴിയും. ഉപദ്രവിക്കുന്നവരുടെ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ഉപദ്രവം ഏൽക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ. എങ്ങനെയൊക്കെ സംരക്ഷിക്കുവാൻ? ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്നവരെ സംരക്ഷിക്കുന്നതും കൂട്ടായി സുവിശേഷത്തിന്റെ പങ്കാളിയാണ്. പൗലൂസ് എടുത്ത് പറയുന്നു, ഇവർ പൗലൂസിന്റെ കൂട്ടുവേലക്കാരെന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് പറയുക, പൗലൂസിന്റെ കൂട്ടുവേലക്കാർ. സുവിശേഷത്തിനായിട്ട് ഒരുമിച്ച് അധ്വാനിക്കുന്നവർ. ഇവരോട് ചേർന്ന് കൂടാരപ്പണി ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 16-ാം അധ്യായം 3-ാമത്തെ വാക്യം അവിടെ പറയുന്ന ഒരു പേരുണ്ട്, എപ്പൈനത്തോസിനെ കുറിച്ച് ഒരു നല്ല വിശേഷണം. എല്ലാ പേരുകളും ഞാൻ പറയുന്നില്ല, ചിലത് മാത്രം എടുത്ത് പറയുകയാണ്. എപ്പൈനത്തോസ് പറയാണ്, പൗലൂസിന് പ്രിയൻ. ആസ്യയില് ക്രിസ്തുവിന്റെ ആദ്യ ഫലമാണ് ഈ എപ്പൈനത്തോസ്.
ഈ എപ്പൈനത്തോസ് സുവിശേഷത്തിൽ വളരെ കൂട്ടാളിയായി തീർന്നതുകൊണ്ട് എന്തായി തീർന്നു? പൗലൂസിന് പ്രിയനായി മാറി. അല്ലാതെ പൗലൂസിന് പ്രിയനായി തീരാനൊന്നും പറ്റില്ല കേട്ടോ. സുവിശേഷത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം അല്ലാതെ ഒരിക്കലും പൗലൂസിന് പ്രിയനായി തീരാൻ പറ്റില്ല. ഈ സുവിശേഷത്തിന് കൂട്ടാളിയിൽ വിഘ്നം വരുത്തുന്നവരെ പൗലൂസിന് ഒരിക്കലും കണ്ടുകൂടാ. ഒരിക്കല് നമുക്കറിയാം, മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് പോയി അല്ലേ? മർക്കോസല്ലേ? അപ്പോസ്തലൻ പൗലോസ് മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു വലിയ പ്രതിസന്ധിയിലായപ്പോൾ മർക്കോസ് പൗലൂസിനെ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. അടുത്ത ബർന്നബാസും പൗലൂസും കൂടെ ഇങ്ങനെ പുറപ്പെട്ടു പോകാനായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മർക്കോസിനെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പം പൗലൂസ് എന്ത് പറഞ്ഞു? അവനെ കൊണ്ടുപോയാൽ വിശ്വസിക്കാൻ പറ്റില്ല, അവനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അങ്ങനെ പൗലൂസും ബർന്നബാസും കൂടെ ഒരു വലിയ വാഗ്വാദം ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാനത് പറയാനുള്ള കാരണം, എന്നിട്ട് ബർന്നബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് പോയി, പൗലോസ് വേറെ ആരെ കൂട്ടിക്കൊണ്ട് പോയി. ഞാൻ പറയാൻ കാരണം, ഈ സുവിശേഷത്തിന് കൂട്ടാളിയായി നിൽക്കാതെ വിഘ്നം വരുത്തുന്നവരെ ശരിക്കും പൗലൂസിന് അത്ര പ്രിയമല്ല. അപ്പോൾ പൗലൂസിന് പ്രിയമായി തീരണമെങ്കിൽ പൗലൂസിനോടൊപ്പം സുവിശേഷത്തിൽ കൂട്ടാളിയാകണം, വളരെയധികം ഇരിക്കണം. ഇനി വേറൊരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ മറിയ ഏത് മറിയൊന്നും അല്ല കേട്ടോ, ഇത് മഗ്ദലക്കാരത്തി മറിയയല്ല. ഇത് റോമിലെ വിശ്വാസികൾക്കായിട്ട് വളരെ അധ്വാനിച്ച ഒരു വനിതയാണ്. റോമിലെ വിശ്വാസികൾക്കായിട്ട് വളരെ അധ്വാനിച്ച ഒരു വനിത. അങ്ങനെയാണ് ഈ മറിയ സുവിശേഷീകരണം. റോമൻ ക്രിസ്ത്യനാണ് ഈ മറിയ എന്ന് പറയുന്നത്. ബിസ്റ്റോവ്ഡ് ടു ലേബർ വിത്ത് വെരി സം എഫർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മറിയ എങ്ങനെയാണ് സുവിശേഷത്തിന് കൂട്ടാളിയായി തീർന്നത്? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനത്താലും സുവിശേഷത്തിന് കൂട്ടാളിയായി. ഇതിൽ പരം എങ്ങനെ കൂട്ടാളിയായി തീരാനായിട്ട് കഴിയും? മറിയ. ഇനി പലരും ഉണ്ട്. അന്ത്രോനിക്കോസ്, യൂനിയാവ്, ഇവരെ കുറിച്ച് പറയുന്നത് അവർ പൗലൂസിന് മുന്നേ യേശുവിൽ വിശ്വസിച്ചവരാണ്. ഈ രണ്ടുപേരും പൗലൂസിന് മുന്നേ യേശുവിൽ വിശ്വസിച്ചവരാണ്, പൗലൂസിന്റെ ചാർച്ചക്കാരുമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവരെ കുറിച്ച് പറയുന്നത് സഹബദ്ധർ. എൻ്റെ സഹബദ്ധരാണ്, എന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞവരാണ്, എന്നോടൊപ്പം പിടിക്കപ്പെടുവാൻ തയ്യാറായവരാണ്, ഫെലോ പ്രിസണേഴ്സ് എന്നാണ് പറയുന്നത്. സഹബദ്ധരാണ്. അപ്പോൾ സുവിശേഷത്തിൽ ഇങ്ങനെയൊക്കെ പങ്കാളികളായവർ ധാരാളമുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഞാനത് ആവർത്തിക്കുന്നില്ല. അംബ്ലിയോസ് പൗലൂസിന് കർത്താവിൽ പ്രിയനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഉർബാനോസ്, സ്താക്കോവ്, ഇവരൊക്കെ കൂട്ടുവേലക്കാരെന്നാണ് പറയുന്നത്, പൗലൂസിന്റെ കൂട്ടുവേലക്കാർ. അതുപോലെ തന്നെ അപ്പലേസ് ക്രിസ്തുവിൽ സമ്മതനാണ്, തൻ്റെ സാക്ഷ്യത്തിലൂടെ സുവിശേഷത്തിന് പങ്കാളിയായി. അതുപോലെ അരിസ്തോബുലോസിന്റെ ഭവനക്കാർ, ഒരു ഭവനം ഒന്നാകെ പൗലൂസിന് കൂട്ടാളിയായി എന്ന് പറഞ്ഞ സുവിശേഷത്തിന് കൂട്ടാളിയായി. അതുപോലെ ഹെരോദിയോൻ പൗലൂസിന്റെ ഒരു ചാർച്ചക്കാരനാണ്. നർക്കിസോസിന്റെ കർത്താവിൽ വിശ്വസിച്ച ഭവനക്കാർ, അതൊരു കുടുംബം ഒന്നാകെ സുവിശേഷത്തിന് കൂട്ടാളി. ഇങ്ങനെ ധാരാളം പേരുണ്ട്. റൂഫോസ് അല്ലേ? രൂഫോസും അമ്മയും കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. റൂഫോസിന്റെ അമ്മയും ഇല്ലേ? അപ്പോൾ ഇവരെക്കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക സവിശേഷത നമുക്ക് കാണാനായിട്ട് കഴിയും. പല സവിശേഷതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അസുംക്രിത്തോസ്, പ്ലഗോൻ, ഹർമോസ്, പത്രോബാസ്, ഹർമോൻ, ഇങ്ങനെയുള്ള അവരെ കൂടെയുള്ള സഹോദരിമാർ ഇങ്ങനെ കൂട്ടമായിട്ട് എടുത്തെടുത്ത് പറയണം, ആരെയും വിട്ടുപോകുന്നില്ല. തിമോത്തിയോസിനെ അവിടെ പറയുന്നുണ്ട്. തിമോത്തിയോസിനെ പറയുന്നത് പൗലൂസിന്റെ കൂട്ടുവേലക്കാരൻ. ഫിലിപ്പിയർ 2:22 മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു. ആരെക്കുറിച്ചാ? തിമോത്തിയോസിനെ കുറിച്ച്. മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത വ്യക്തിയാണ് തിമോത്തിയോസ്. 14 കുറേ പേരുകൾ പറയുന്നുണ്ട്, ഏതാണ്ട് 5 പേര് പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. അതുപോലെ ലുക്കിയോസ്, യാസോൻ, തെർത്തോസ്. ഈ തെർത്തോസ് എന്ന് പറയുന്നത് റോമാലേഖനം പകർത്തി എഴുതാനായിട്ട് സഹായിച്ച ഒരു വ്യക്തിയാണ്. റോമാലേഖനം പകർത്തി എഴുതാൻ സഹായിച്ച വ്യക്തിയാണ്. അതും സുവിശേഷത്തിന് സുവിശേഷത്തിന്റെ കൂട്ടാളിയായത് അങ്ങനെയാണ്. പിന്നെ ഗായോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലൂസിനും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്നവനായിരുന്നു ഗായോസ്. ഇങ്ങനെ ധാരാളം പേരുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മുടെ പങ്കിടൽ, ഷെയറിങ് എന്ന് പറയുമ്പോൾ അതെന്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്? സുവിശേഷ ഘോഷണം. ഇത് വളരെ പ്രാധാന്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭൗതിക വസ്തുക്കൾ പങ്കിടുന്നതിലും നമ്മൾ ഉത്സാഹികളായിരിക്കണം. 2 കൊരിന്ത്യർ 8:1-4 വരെ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, മക്കെദോന്യയിൽ
സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിമിത്തം ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ് ലഭിച്ച ദൈവകൃപ? കഷ്ടത എന്ന കഠിനശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവർക്ക് ലഭിച്ച ദൈവകൃപ അതാ. കഷ്ടതയുടെ കഠിനശോധനയിൽ ആയിരുന്നിട്ടും, അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവർ സുവിശേഷത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ പങ്കിടുന്നതിന് വളരെയധികം ഉത്സാഹിച്ചിരുന്നു. വിശുദ്ധന്മാരുടെ സഹായത്താനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോട് ഞങ്ങൾ ഈ പൗലൂസിന് അവർ കൊടുക്കുമ്പോഴേ പൗലൂസ് മാഞ്ചില്ല എന്ന് പറയാൻ മടി. അയ്യോ ഇത്രയും ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന, ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന ഈ എവരിൽ നിന്നും, ഈ മക്കെദോന്യ സഭയിലെ എവരിൽ നിന്നും ഞാൻ എങ്ങനെ വാങ്ങിക്കും? പക്ഷേ പൗലൂസ് പിന്നെ വാങ്ങി. എന്തുകൊണ്ടാണ്? അവർക്ക് ലഭിച്ച ദൈവകൃപ. കഷ്ടതയുടെ കഠിനശോധനയിലും മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവർ സന്തോഷ സമൃദ്ധിയോടെ, ആ ഇല്ലായ്മയിൽ നിന്ന് എടുത്തു കൊടുത്തത് പിറുപിറുപ്പോടുകൂടെയല്ല, അവർക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കണം, സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ള അത്യാർത്ഥി സന്തോഷമായിട്ട് കൊടുത്തു. അതാണ് മഹാദാരിദ്ര്യത്തിലായിരുന്നവർക്ക് ധാരാളം ഔദാര്യം കാണിച്ചു എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പലരുമുണ്ട്. ദൈവകൃപ നിമിത്തം പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തു. മാത്രമല്ല, ഈ കൊടുക്കുന്ന കാര്യത്തിൽ പ്രാപ്തി പോലെ കൊടുക്കാം, പ്രാപ്തിക്ക് മീതെ കൊടുക്കാം. പിന്നെ സ്വമേധയാ കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വചന കണ്ടീഷനാണ്. നിർബന്ധത്താലല്ല, സ്വമേധയാ കൊടുക്കണം. ഭൗതിക നന്മകൾ പങ്കിടുന്നത് പരസ്പര കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു അനുഭവമാണ്. ഇതിനെ മറ്റൊരു ഭാഗത്ത് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇതിനെ പറയുന്നത് ധർമ്മോപകാരം എന്നാണ്. ആ വാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ധർമ്മം ചെയ്യുക അല്ലേ, ധർമ്മോപകാരം. ഇംഗ്ലീഷിൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ധർമ്മോപകാരം. അപ്പം കഷ്ടതയിൽ 12:13 പറയുന്നുണ്ട്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഇതൊക്കെ കൂട്ടായ്മയുടെ മറ്റു ഭാഗങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഇനി അധികം വിവരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവം മക്കളെ, നമ്മളിന്ന് പഠിച്ച കൂട്ടായ്മയുടെ വിവിധ വശങ്ങൾ, കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് എന്താണ്? കമ്മ്യൂണിക്കേഷൻ, പരസ്പരം ആശയവിനിമയം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ ഇരിക്കുക എന്നുള്ളത്. മൂന്നാമതാണ് സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയുള്ള പങ്കാളികളാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിൽ പ്രധാനമായിട്ടും സുവിശേഷ ഘോഷണത്തിന് വേണ്ടിയുള്ള പങ്കാളി, പിന്നെ മറ്റ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നതും ഭൗതിക നന്മകൾ പങ്കിടുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതുകൊണ്ടൊക്കെ ദൈവം പലതും ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഭൗതിക നന്മകൾ പങ്കിടുന്നതിന് ദൈവം ഉദ്ദേശിക്കുന്ന ചില തലങ്ങളുണ്ട്. സമത്വം കൈവരണം, സോഷ്യലിസം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട്, വേറൊരു സഹോദരന് ഒട്ടുമില്ല, എന്നിൽ നിന്ന് കുറച്ചെടുത്ത് ആ സഹോദരന് കൊടുക്കുമ്പോൾ എന്നിൽ കുറയും അവിടെ. എന്നിട്ട് അവിടെ പ്രത്യേകം പറയുന്നത് എൻ്റെ ദുർഭിക്ഷത്തിനത് കാരണമായി തീരില്ലെന്നാണ്. എൻ്റെ ഇല്ലായ്മയ്ക്ക് അത് കാരണമായി തീരില്ലെന്നാണ് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വരണം. ഇതൊക്കെ ഈ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഈ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റൊരാൾ കൊടുക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും, അവർ ദൈവത്തെ സ്തുതിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ കൊടുക്കുകയാണെങ്കിൽ, ഇല്ലേ? പ്രാർത്ഥിക്കില്ലേ? ഒരാൾ വളരെ അത്യാവശ്യത്തിൽ സഹായിച്ചാൽ അവർ ദൈവത്തെ സ്തുതിക്കും, ദൈവമേ സഹായിച്ചുവല്ലോ. മാത്രമല്ല ആ വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഈ കൂട്ടായ്മ ബന്ധ നിമിത്തം ദൈവനാമം മഹത്വപ്പെടും. മാത്രമല്ല മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ഭൗതിക നന്മകൾ കൊടുക്കുന്നത്. വചനം പഠിക്കുന്നവൻ സകല നന്മയുടെയും ഓഹരി കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ പൊതുതത്വമാണ്. അതുകൊണ്ട് ആരും നാളെ മുതൽ എനിക്കൊന്നും കൊണ്ട് തരാനായിട്ട് ശ്രമിക്കണ്ട. ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല കേട്ടോ. വചനം പഠിക്കുന്നവന് സകല നന്മയുടെ ഓഹരി കൊടുത്താലേ കൂടി വരുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ഇത്തരത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവസ്നേഹം. യാക്കോബിൻ്റെ ലേഖനത്തിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു വിളംബരമാണ് ഈ കൂട്ടായ്മ, വിശ്വാസത്തിൻ്റെ വിളംബരമാണ്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായി ഇരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോട് പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവന് കൊടുക്കാതിരുന്നാൽ എന്തുപകാരം?
അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളാൽ ഇല്ലാതായാൽ സ്വതം നിർജീവമാകുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിളംബരമാണ്, സ്നേഹത്തിൻ്റെ പ്രകടനമാണ്, അത് ദൈവനാമ മഹത്വത്തിന് ഇടയാകുന്നതാണ്. നമുക്ക് വേണ്ടി നാം നിമിത്തം ദൈവത്തെ സ്തുതിപ്പാനായിട്ടിടയാകും, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയാകും. ആത്മീക കൂട്ടായ്മയുടെ തലങ്ങളാണ്. കഷ്ടതകളിലെ കൂട്ടായ്മയുണ്ട്. ഞാൻ ഈ ഭാഗം ഇവിടെ ഇന്നങ്ങ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത 2 ക്ലാസ് കൂടെ എൻ്റെ ക്ലാസ്സിലുണ്ട്. അത് മറ്റൊരു വിഷയം തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്നതാണല്ലോ. എന്നാലും വളരെ 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 ഈ നാളുകളിൽ വളരെ ശുഷ്കിച്ചു വരുന്ന ഒരു അടിസ്ഥാന തത്വമാണ് കൂട്ടായ്മ ആചരണം. അത് വളരെ വളരെ കുറഞ്ഞു വരികയാണ്. ഇതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുകയില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോടും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ അധികമായിട്ട് പുലർത്തുകയും പരസ്പരം ചെയ്യേണ്ട കൂട്ടായ്മകൾ ഏത് തലങ്ങളിലൊക്കെ ചെയ്യണമോ അതൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.